പുഷ് പുൾ ലെഗ് ഈസ് നോട്ട് ദ ബെസ്റ്റ് വർക്കൗട്ട് സ്പ്ലിറ്റ്. പുഷ് പുൾ ലെഗിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുഷ് ഡേയിൽ ഹെവി ആയിട്ട് ചെസ്റ്റ് അടിച്ചാൽ പിന്നെ ട്രൈസെപ്സ് അടിക്കാൻ എനർജി ഉണ്ടാവില്ല. അതേപോലെ തന്നെ പുൾ ഡേയിൽ ഹെവി ആയിട്ട് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ബൈസെപ്സ് അടിക്കാൻ എനർജി ഉണ്ടാവില്ല. ഇത് കാരണം നിങ്ങൾക്ക് എല്ലാ മസിൽസും പ്രോപ്പർ ആയിട്ട് ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ പുഷ് പുൾ ലെഗ് എടുത്തിട്ട് വേറെ വർക്കൗട്ട് സ്പ്ലിറ്റ് ഫോളോ തുടങ്ങിയത്. ആ സ്പ്ലിറ്റിൽ നമ്മൾ എല്ലാ മസിൽസും പുഷ് പുൾ ലെഗിലെ പോലെ തന്നെ 2 പ്രാവശ്യം വീക്കിലി ട്രെയിൻ ചെയ്യും. അതിനോടുകൂടി മസിൽ റിക്കവറിംഗ് പ്രോപ്പർ ആയിരിക്കും. എല്ലാ മസിൽസും ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് ചെയ്യാൻ പറ്റും. സ്പ്ലിറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡേ 1 ചെസ്റ്റ് ഷോൾഡറും ബൈസെപ്സും, ഡേ 2 ബാക്കും ട്രൈസെപ്സും, ഡേ 3 ലെഗ്, എന്നിട്ട് നെക്സ്റ്റ് 3 ഡേയ്സ് ഇതന്നെ റിപ്പീറ്റ് ചെയ്യാം. സത്യം പറഞ്ഞ ഈ 2 ഓപ്ഷൻസ് ഓക്കെയാണ്. പക്ഷെ എനിക്ക് എന്തോ പേഴ്സണലി ഇഷ്ടപ്പെടാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈസെപ്സ് വളരാത്തത് ബാക്ക് ഡേയിൽ ബൈസെപ്സ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സംഭവമാണ് എനിക്കിഷ്ടമാവാത്തത്. നിങ്ങൾക്ക് ബൈസെപ്സ് വളർന്നില്ലെങ്കിൽ അത് ബാക്ക് ഡേയിൽ ട്രെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഒരു മിത്താണ്. ഇപ്പോൾ ബാക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഡെഡ് ലിഫ്റ്റ്, പുള്ളപ്സ്, റോസ് ഇതെല്ലാം ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ ബൈസെപ്സ് വർക്കാവും. പിന്നെ നമ്മൾ ബൈസെപ്സ് ട്രെയിൻ ചെയ്ത് തുടങ്ങുമ്പോൾ ചെറുതായിട്ട് ഫെറ്റീഗ് ഫീൽ ചെയ്യും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ആളുകൾ പറയുന്നത് ചെസ്റ്റും ബൈസും ആണ് നല്ലത്, അല്ലെങ്കിൽ ട്രൈസും ബാക്കും ആണ് നല്ലത് എന്നൊക്കെ. ഞാൻ പേഴ്സണലി ബൈസെപ്സ് ബാക്ക് ഡേയിലാണ് ട്രെയിൻ ചെയ്യുന്നത്. കാരണം മസിൽസ് ഓൾറെഡി വാമായിരിക്കും, നമുക്കൊരു പമ്പിൻ്റെ ഒരു ഫീൽ ഉണ്ടാവും, വർക്കൗട്ട് ഓവറോൾ ഒരു ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ഇഷ്യൂ ഇവിടെ ഡേയും കാര്യങ്ങളൊന്നുമല്ല, ഫ്രീക്വൻസിയാണ്. ഇപ്പോൾ നിങ്ങളുടെ ബൈസെപ്സ് ലാഗ് ആണെങ്കിൽ 2-3 ടൈംസ് ആഴ്ച ട്രെയിൻ ചെയ്താൽ മതി. എക്സ്ട്രാ വോളിയം തന്നെ നമ്മുടെ ഗ്രോത്ത് തന്നെ ട്രിഗർ ചെയ്തോളൂ. ഇപ്പോൾ ആംസ് ലാഗ് ആണെങ്കിൽ അത് നന്നായിട്ട് ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്കങ്ങനെ ഡേയ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ഫ്രീക്വൻസിയാണ് കൂട്ടേണ്ടത്, അതാണ് മെയിൻ. സോ ഇനി വർക്കൗട്ട് ചെയ്യുമ്പോൾ അങ്ങനെ കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല. വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചോ.